ആടുജീവിതം ഇറങ്ങിയ സമയത്താണ് നമുക്ക് ആ ട്രെൻഡ്. ആളുകൾ വണ്ടി ഒതുക്കി വരാം, ആടുജീവിതം ഒന്ന് മേടിക്കുക, കാശാണ്. ആടുജീവിതം ഒരു 5000-6000 കോപ്പിയിട്ടുണ്ടോ? ഞാനൊരു 18 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്, 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ വന്നു തുടങ്ങിയ പിന്നെ പുതിയ തലമുറ വന്നു തുടങ്ങി. പുതിയ തലമുറ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ടൗൺ ഹാളിന് മുന്നിലാണ്. ടൗൺ ഹാളിന് മുന്നിലുള്ള ആ ഫുട്പാത്തിൽ അവിടെ വളരെ മനോഹരമായിട്ട് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊരു വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് എല്ലാ തരത്തിൽപ്പെട്ട പുസ്തകങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളും അതുപോലെ സാഹിത്യകൃതികളും. ജോസഫ് അന്നക്കുട്ടി ജോസ് ഉണ്ട്, അതുപോലെ ഓഷോ രജനീഷ് ഉണ്ട്, ഇന്നസെൻ്റ് ചേട്ടനുണ്ട്, ടി ഡി രാമകൃഷ്ണനുണ്ട്, മോട്ടിവേഷൻ ബുക്കുകൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ ഒരു കലവറ, സമൃദ്ധി എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയാണ് ഈ സംരംഭം. ഈ പുസ്തകശാല ഇത് നടത്തുന്നത് ബിനു എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. അദ്ദേഹം പുസ്തകം വിൽക്കുന്ന ഒരാൾ മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. പൊതു പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിനു വരണം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിനു ടൗൺ ഹാളിൻ്റെ മുമ്പിലുണ്ടല്ലേ? ഞാനൊരു 18 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്, 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ എങ്ങനെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് വരുന്നത്? പ്രത്യേകിച്ച് ബിനുവിനൊപ്പമുള്ളൊരു ചെറുപ്പക്കാരൻ 18 വർഷം മുമ്പ് പുസ്തക വിൽപ്പന എന്നുള്ള രീതിയിലേക്ക് വന്നത് എങ്ങനെയാണ്? ആൾക്കാർ പുസ്തകങ്ങൾ അകന്നു പോലെ അല്ല, ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ എന്ന് വെച്ചാൽ വീട്ടിൽ ചെറിയൊരു വരുമാനത്തിന് വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ, കുറച്ചുകൂടി മുതിർന്നൊരു കൂട്ടുകാരൻ ബുക്കിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കൊരു 50-20 രൂപ ആള്. അപ്പോൾ നമ്മളാളെ സഹായിക്കാൻ വന്നു. പിന്നെ ആൾക്ക് ഹെൽത്തിലൊരു ജോലി കിട്ടി, ആശുപത്രിയിൽ ജോലി കിട്ടി. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു. അപ്പം ഞാനൊരു 6 മാസം അല്ലെങ്കിൽ 2 മാസം നിൽക്കുക, അല്ലെങ്കിൽ 3 മാസം ടാർഗറ്റ് ചെയ്ത് നിന്നത്. പിന്നെ 3 മാസം കഴിഞ്ഞ് 4 മാസം 6 മാസമായി, ഇപ്പം 18 കൊല്ലമായി നമ്മൾ ഇതിൽ തന്നെ. അപ്പോൾ ആദ്യത്തൊക്കെ പിന്നെ നമ്മൾ ചെറിയ വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. പിന്നെന്ന് വെച്ചാൽ ഇതൊരു സുഖമാണ്. ബേസിക്കലി ഞാനൊരു മടിയനാണ്. അപ്പം ഇത് സുഖമാണ്, പുസ്തകം ഇരുന്ന് വായിക്കാം. ആദ്യകാലത്തൊന്നും വായനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പതുക്കെ വായിച്ചു തുടങ്ങി. പിന്നെ സുഖമാണ് പരിപാടി. ഇവിടെ വന്നിരിക്കുക, പുസ്തകം അപ്പം ആരെങ്കിലൊക്കെ പോയി നോക്കും, കച്ചവടം നടക്കും, അത്യാവശ്യം കാശ് കിട്ടും. പിന്നെ സുഖമായിട്ടിരുന്ന് വായിക്കാം. പിന്നെ അതിനോട് ചെറിയ താല്പര്യമൊക്കെ തുടങ്ങി. ഇപ്പൊ നല്ലൊരു ചെറിയൊരു താല്പര്യമായി. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേറെ ആലോചനയൊന്നുമില്ല. ഇപ്പൊ ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ പറ്റുന്ന വെച്ചാല് നമ്മള് ആദ്യകാലത്ത് നമ്മളൊരു 23 വയസ്സിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെലവില്ല, അതായത് ആർഭാടങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളെ കിട്ടിയ കാശൊന്നും കളഞ്ഞില്ല. പിന്നെ അപ്പൊ അത് നമ്മൾ അത്യാവശ്യം സേവ് ചെയ്തു. നമ്മൾ വീട് വെച്ചു, സ്ഥലം മേടിച്ചു. പിന്നെ അത്യാവശ്യം ഒരു കച്ചവടം കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ 23 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു പണിക്ക് പോണ കാശ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ വെച്ചാൽ അന്ന് ചെലവില്ലല്ലോ, കുടുംബത്തിന് നമ്മൾ വീട്ടിലേക്കൊന്നും അധികം കൊടുത്തിരുന്നില്ല. ആ കാശ് കൂട്ടി വെച്ചു, നമ്മൾ കളഞ്ഞില്ല. അപ്പം വീട് സ്ഥലമൊക്കെ വെച്ചു. അപ്പം പിന്നെ ഒരു 32 വയസ്സിലെ കല്യാണം കഴിഞ്ഞ അതിപ്പോൾ ആ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളാണ് ഇപ്പം നാട് ചാലക്കുടിയാണ് വീട്. തൃശ്ശൂർ ടൗണിലേക്ക് വരുന്നത് അല്ലേ? ഞാൻ ചാലക്കുടിന്ന് വന്നത്. എല്ലാ ദിവസം വന്ന് പോവാണ്? എല്ലാ ദിവസവും പോകുന്നു. ഏതൊക്കെ തരം പുസ്തകങ്ങളാണ് കൂടുതൽ നമുക്ക് കച്ചവടം നടക്കുന്നത്? ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൂടുതൽ നോവല് കഥകളൊക്കെ പോണത്. നോവല് കഥകള്, ആത്മകഥ ഒരുപാട് വരുന്നുണ്ട്. അത് നല്ല ചെലവുണ്ട്. നോവലും ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പോണത്. പിന്നെ മോട്ടിവേഷൻ ബുക്കുകൾ ഇപ്പൊ കുറച്ച് ഡൗൺ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉള്ളപ്പോൾ മോട്ടിവേഷൻ ഒരുപാട് ചവറ് പോലെ വരുന്നു. ഇപ്പൊ കുറച്ച് ഡൗൺ ആണ്. ഇപ്പൊ പോകുന്നുണ്ട്. ഒരു 4ാം സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. ആദ്യം ടോപ്പായിരുന്നു, 1ാം സ്ഥാനത്താണ്. ഇപ്പൊ നോവല്, കഥ, ആത്മകഥ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4ാം സ്ഥാനം 5ാം സ്ഥാനത്തേക്കാണ്. പുതിയ തലമുറയുടെ വായന കൂടിയോ കുറഞ്ഞോ? പുതിയ തലമുറ വായന കുറവ് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ വന്നു തുടങ്ങിയ പിന്നെ പുതിയ തലമുറ വന്നു തുടങ്ങി. പുതിയ തലമുറ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരിക്കൽ എന്ന് പറഞ്ഞ ബുക്കാണ് അതിന് തുടക്കട്ടത്, മോഹൻ്റെ. അത് കഴിഞ്ഞ് രാമാനന്ദി, അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയ്. അങ്ങനെ ഒരു കുറെ ബുക്കുകൾ ട്രെൻഡായി വന്നു. ഞാനൊക്കെ അതിശയപ്പെടുന്നു. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞപ്പോൾ സന്തോഷമാണ്, ചെറിയ സന്തോഷം. കാരണം എങ്ങനെ പോയാലും ഒരു 2-3 പുസ്തകം വിൽക്കുന്നതായി, 3-4 പുസ്തകം. ഒരു 10 കൊല്ലം കൊല്ലാണ് ആടുജീവിതം ഇറങ്ങിയ സമയത്താണ് നമുക്ക് ആ ട്രെൻഡ്. ആളുകൾ വണ്ടി ഒതുക്കി വരാം, ആടുജീവിതം ഉണ്ടെന്ന് മേടിക്കുക, കാശാണ്. ആടുജീവിതം ഒരു 5000-6000 കോപ്പിയിട്ടുണ്ടോ? എന്തായാലും വളരെ സജീവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.